വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ എൻട്രൻസ് സംബന്ധമായ വിവരങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നൽകിയിരിക്കുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലീസ് ചെയ്ത അക്കാഡമിക് കലണ്ടറാണ് 2024-25ലേക്ക്. ഇതിൽ നൽകിയിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഫോർ ക്യാൻസലേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ടെക്നിക്കൽ കോഴ്സസ് വിത്ത് ഫുൾ ഫീ റീഫണ്ട്, അതായത് മുഴുവനായിട്ടുള്ള ഫുൾ ഫീ റീഫണ്ട് ചെയ്ത് കിട്ടി നിങ്ങൾക്ക് അലോട്ട്മെന്റിലൂടെ ലഭിച്ച സീറ്റ് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള അവസാന തീയതി 11 സെപ്റ്റംബർ 2024 ആണ്. ഇത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനല്ലാതെ വേറെ അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് നീറ്റ് മുഖേന വേറെ അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികളോ അല്ലാതെ വേറെ ഡിഗ്രിക്ക് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്കോ ബാധകമായ ഒരു കാര്യമാണ്. അടുത്തത് ലാസ്റ്റ് ഡേറ്റ് അപ് ടു വിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ക്യാൻ ബി അഡ്മിറ്റഡ് അഗൈൻസ്റ്റ് വേക്കൻസീസ്, അതായത് ഉള്ള വേക്കൻസീസ് ലാസ്റ്റ് അലോട്ട് ചെയ്യാൻ പറ്റുന്ന അവസാന തീയതി 15 സെപ്റ്റംബർ 2024. അതായത് കീം 2024 എല്ലാ അലോട്ട്മെന്റുകളും, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് എല്ലാം 15 സെപ്റ്റംബറിനുള്ളിൽ തീരുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ഫോർ കമൻസ്മെന്റ് ഓഫ് ക്ലാസ്സസ് ഫോർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഓഫ് ടെക്നിക്കൽ കോഴ്സസ്, അതായത് കീം മുഖേന അഡ്മിഷൻ ലഭിക്കുന്ന ബിടെക്കിന് അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ക്ലാസ്സുകൾ 15 സെപ്റ്റംബറിന് മുന്നോടെ തുടങ്ങുന്നതായിരിക്കും. അടുത്തത് പറയാനുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷനെ പറ്റിയാണ്. ഓപ്ഷണൽ രജിസ്ട്രേഷൻ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാൻ ആഗ്രഹിക്കുന്ന കോളേജുകളിലും അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകളെ പറ്റി ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കേണ്ടതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നതിന് മുന്നേ. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇതിൽ CET-CS, രണ്ടാമത് CET-ECE, മൂന്നാമത് TKM CS, നാലാമത് CET സിവിൽ, അഞ്ചാമത് TKM സിവിൽ. ഇവിടെ നൽകിയതിനനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് നൽകിയത്, ഏറ്റവും പ്രിഫറൻസ് നൽകിയിരിക്കുന്നത് CET-CS-നും ലീസ്റ്റ് പ്രിഫറൻസ് നൽകിയിരിക്കുന്നത് TKM സിവിലിനുമാണ്. ഉദാഹരണത്തിന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് TKM CS തന്നെ അലോട്ട്മെന്റ് ലഭിച്ചു എന്ന് വിചാരിക്കുക. സോ ഓട്ടോമാറ്റിക്കലി തന്നെ 4ഉം 5ഉം ഓപ്ഷൻസ്, അതായത് CET സിവിലും TKM സിവിലും നിങ്ങൾക്ക് ക്യാൻസൽ ആവുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്കുള്ള ഫീസ് അടയ്ക്കേണ്ടതാണ്. എന്നാലേ നിങ്ങൾക്ക് കൺസിക്വൻ്റ് ആയിട്ടുള്ള അലോട്ട്മെന്റുകൾ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങളാണ്. കീം 2024 പറ്റി എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ നൽകുന്നതായിരിക്കും. കൂടുതൽ എൻട്രൻസ് സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക.